പാസീവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സ്റ്റാൻഡേർഡ് 5-ലെ 3rd യൂണിറ്റ് 5ാം ക്ലാസ്സിലെ 3ാമത്തെ ഭാഗമാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. അത് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്സ്, മലയാളത്തിൽ പറഞ്ഞാൽ ഗുണന രീതികൾ. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു യൂണിറ്റാണിത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുന്നതിന് ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള 2 യൂണിറ്റിന്റെ ക്ലാസ്സുകൾ, അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ അതുകൂടി കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ യൂണിറ്റിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഇതാണ്. നോക്കൂ, 15 + 8 നമ്മൾക്കറിയാം 23 ആണ്. 15 8 കൂട്ടിയാൽ 23 കിട്ടും. 18 + 5 അത് നമുക്കറിയാം 23 ആണ്. അപ്പൊ എന്താണ് പ്രത്യേകത? 15 + 8 18 + 5 തുല്യമാണ്. അതായത് ഈ 5 ഈ അവസാനത്തേക്ക് വന്നു, ഈ 8 ഇവിടെ ഇവിടത്തേക്ക് വന്നു അല്ലെ. ഇതല്ലേ മാറ്റം? ഇതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ 1-ന് മാറ്റമില്ല. ഈ 5ഉം 8ഉം ഇവിടെ എത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അപ്പൊ സമ്മില് തുകയില് വ്യത്യാസം ഇല്ല. ഇങ്ങനെ വരുന്ന നമ്പർ ആകുമ്പോൾ ഇതും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂവും ഇതും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ നോക്കിയാൽ ഏതാണ് വലുത്, അല്ലെങ്കിൽ ഇവ തമ്മിൽ എത്ര ഡിഫറൻസ്, എത്ര വ്യത്യാസം ഉണ്ട് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ 15 × 8 എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം ഈ 15നെ നമ്മൾ എങ്ങനെ 15 നമുക്ക് എങ്ങനെ എഴുതാം? 10 + 5 എന്ന് എഴുതാം. സംശയമൊന്നുമില്ലല്ലോ. 10 + 5 എന്ന് പറഞ്ഞാൽ 15 ആണ്. × 8 എന്ന് എഴുതാം. നോക്കൂ, 10 + 5 × 8 എന്ന് പറയുമ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കുക, ഈ 10നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 10 × 8, പിന്നെ ഇവിടെ പ്ലസ്, പിന്നെ 5നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5 × 8. ഇത് എഴുതിയത് മനസ്സിലായോ? നോക്കൂ, 15നെയാണ് മാറ്റിയത് 10 + 5. അപ്പൊ നിങ്ങൾക്ക് 8നെ മാറ്റിക്കൂടെ? 8നെ നമുക്ക് 10 20 എഴുതാൻ പറ്റില്ല. അപ്പൊ 10ന്റെ മേലെ വരുന്നത് 20ന്റെ മേലെ വരുന്ന നമ്പർ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ 2 പീസ് ആക്കേണ്ടത്. കഷണം ആക്കുമ്പോൾ ഒന്നില് 0 നിർബന്ധമായി വരണം. ഫോർ എക്സാമ്പിൾ 23 × 7 ആണെങ്കിൽ നമ്മൾ എഴുതുക 20 + 7 എന്ന് എഴുതുക. 20 കൂട്ടണം 7 എഴുതുക. ഓക്കെ, 20 കൂട്ടണം 3 എന്നാണ് എഴുതുക. × 7. ഐഡിയ മനസ്സിലായല്ലോ? എഴുതേണ്ട കാര്യം ഇങ്ങനെ എഴുതി കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് വരുമ്പോ ഈ നമ്പറിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കാരണം 10 + 5 × 8 എന്നാണ്. ഇതിനെ രണ്ടിനെയും 8 കൊണ്ട് മൾട്ടിപ്ലൈ ഗുണിക്കണം എന്നാണ് ഇതിന്റെ അർത്ഥം. 10 × 8 10 × 8 5 × 8 5 × 8. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇവിടെ പ്ലസ്. അത്ര ഇത് എഴുതാൻ പഠിച്ചുവല്ലോ. ഓക്കെ, 10 × 8 5 × 8. ഇനി ഇതേമാതിരി 18 + 5നെ നമുക്ക് എങ്ങനെ പറയാം? നോക്കൂ, 10 + 8 10 + 8 × 5. കറക്റ്റ്. ഇത് നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം? 10 × 5. ഇങ്ങനെ എഴുതാൻ ശരിക്കും പഠിക്കണേ. ഇങ്ങനെ എഴുതാൻ ഈ എഴുതാൻ ശരിക്കും പഠിക്കണം. ഞാൻ ഈ വരിയിട്ടുകൊണ്ട് വേഗം മനസ്സിലാവും. ഈ അറ്റത്തത് × ഈ 5 പ്ലസ് എന്ത് വരും? പ്ലസ് ഇവിടെ ഉണ്ട്. ഈ രണ്ടാമത്തെ നമ്പർ × 5 8 × 5. നോക്കൂ കുട്ടികളെ, ഇവിടെ വരുമ്പോ ഈ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോ 10 × 8 പ്ലസ് 5 × 8 വരുന്നു. 18 × 5 10 × 5 × 8 × 5 വരും. നോക്കൂ, 5 × 8 എന്ന് പറഞ്ഞാൽ എത്രയാ? 40 അല്ലെ? 5 8 40 ആണ്. നോക്ക്, 8 5 എത്ര വരിക? അതും 40 തന്നെ. അപ്പൊ ഇത് രണ്ടും എന്താ? ഈക്വൽ ആണ്. ഐഡിയ മനസ്സിലായോ? ഒരേ നമ്പർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്താൽ ഈക്വൽ ആണ്. നിങ്ങൾക്കറിയാം 3 × 2 എന്ന് പറഞ്ഞാൽ 6 ആണ്. 2 × 3 എന്ന് പറഞ്ഞാലും 6 ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇങ്ങോട്ട് ചെയ്താലും മൾട്ടിപ്ലിക്കേഷൻ പ്രൊഡക്റ്റില് ഗുണനഫലത്തില് മാറ്റം വരുന്നില്ല. ആ ഐഡിയ ഇത് രണ്ടും എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ ഈക്വൽ അല്ലാത്തത് എത്രയാണ് നോക്കിയാൽ 10 8 ഇവിടെ എത്ര നമുക്ക് ഗുണിച്ചാൽ കിട്ടും? നമുക്ക് 80. 10 5 ഗുണിച്ചാൽ കിട്ടും എത്ര കിട്ടും? നമുക്ക് 50. അപ്പൊ എത്ര ഡിഫറൻസ് വരും? ഇതല്ലേ കൂടുതൽ വരുന്ന? ആദ്യത്തേൽ 80 വരുന്നത്, രണ്ടാമത്തേൽ 50 വരുന്നത്. അപ്പൊ ഇവര് തമ്മിലെ ഡിഫറൻസ് ചോദിച്ചാല് നമ്മൾക്ക് എത്ര ആൻസർ എഴുതാം? എന്ത് എഴുതിയാ മതി ആൻസർ കണ്ടുപിടിക്കാൻ? ആരിൽ നിന്ന് ആരെ കുറച്ചാൽ മതി? 80-ൽ നിന്ന്
50 കുറച്ചാ മതി. അത് മനസ്സിൽ നമുക്ക് കുറക്കാൻ പറ്റൂലേ? നമുക്ക് എത്ര കിട്ടും? 30 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. അപ്പൊ ഇതും മൾട്ടിപ്ലൈ ചെയ്ത് ഇതും മൾട്ടിപ്ലൈ ചെയ്യുമ്പോ എത്ര വ്യത്യാസമുണ്ട്, ഏതാണ് വലുത് എന്നൊക്കെ ചോദിക്കുമ്പോൾ വലുത് ചോദിച്ചാൽ ഇതാണ് വലുത്, ഇതിലെയാണ് വലുത് കിട്ടുന്നത്. എത്ര വ്യത്യാസം ഉണ്ട് ചോദിച്ചാൽ ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ചെയ്തത് തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഈ ചോദ്യം മനസ്സിലായെന്ന് അറിയാൻ ഈ ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ്. 12 8 കൂട്ടിയാൽ എത്ര കിട്ടും? 20. ഒരേമാതിരി കൂട്ടി കിട്ടുന്നതിന് മാത്രമാണ് പരിശോധിക്കുന്നത്. ഓക്കെ, അത് ശ്രദ്ധിക്കണം. എല്ലാ നമ്പറും മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല. രണ്ടെണ്ണം കൂട്ടിയിട്ട് കിട്ടുന്നത് തന്നെ അടുത്ത രണ്ടെണ്ണം കൂട്ടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ നമ്പർ മാത്രമാണ് നോക്കുന്നത്. നോക്ക്, 12 8 20, 18 2. ഇപ്പൊ 12 × 8 ആണോ വലുത്, 18 × 2 ആണോ വലുത് എന്നാണ് ചെക്ക് ചെയ്യുന്നത്. 12നെ നമുക്ക് എങ്ങനെ മാറ്റാം? 10 + 2 × 8. ഓക്കെ, ഇങ്ങനെ വരുമ്പോ അതിനെങ്ങനെ മാറ്റി എഴുതാ പറഞ്ഞു? 10 × 8 2 × 8. ഈ വരെ ആദ്യം ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ എഴുതിയാൽ മതി. 10 × 8, 10 പ്ലസ് അല്ല എഴുതണ്ടേ, 10 × 8 പ്ലസ് പിന്നെ 2 × 8, 2 × 8. നോക്കൂ കുട്ടികളെ. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 10 + 8 × 2. 10 + 8 × 2. ഓക്കെ, 10 + 8. ഇനി എങ്ങനെ വാല്യൂ ഇടാ? 10 × 8 8 × 2. അപ്പൊ എന്ത് കിട്ടും? 10 × 2 പ്ലസ് 8 × 2. നോക്ക്, ഇത് 2 × 8 ആണ്, ഇത് 8 × 2 ആണ്. ഇത് രണ്ടും ഈക്വൽ ആണല്ലോ, ഈക്വൽ ആണ്. ഏതാ വലുത് നോക്കിയാൽ? നോക്ക്, ഇത് 10 × 8 നമുക്ക് എത്ര കിട്ടും? 80 കിട്ടൂലേ? 10 × 2 എത്ര കിട്ടും? 20. അപ്പൊ ഏതാണ് വലുത്? 12 × 8. മുകളിലുള്ളതല്ലേ വലുത്. ഇത് നോക്കേണ്ട ആവശ്യമില്ല, ഇത് രണ്ട് ഈക്വൽ ആണ്. അപ്പൊ ഏതാ വലുത്? മുകളിലുള്ള വാല്യൂ 12 × 8 ആണ് വലുത്. ഇതേപോലെയുള്ള കുറച്ച് ചോദ്യങ്ങള് ടെക്സ്റ്റിലുണ്ട്. അപ്പൊ ഇതേമാതിരി എഴുതിയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എഴുതാൻ പറ്റും. ഏതിനാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് മനസ്സിലായില്ലേ? 10 + 2 എഴുതേണ്ടത് ഏതിനാണ്? ഇതിനെയാണ്. ഇനി നോക്കൂ, 23 × 7 27 × 3 ഉണ്ടെങ്കിൽ 23നെ മാറ്റുക, 20 + 3 × 7 എന്ന് എഴുതുക. മറ്റേതിനെ എങ്ങനെ എഴുതുക? 20 + 7 × 3 എന്ന് എഴുതുക. അപ്പൊ 20 × 7 3 × 7, 20 × 3 7 × 3. അപ്പൊ വലതു ഭാഗത്തത് രണ്ടും ഒരേപോലെ വരും. അപ്പൊ ബാക്കി എഴുതി നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സസൈസ് നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രോബ്ലം ആണ് ഇപ്പോൾ ഇവിടെ വർക്ക്ഔട്ട് ഇവിടെ ചെയ്തിട്ടുള്ളത്. 12 × 8 18 × 2 വിച്ച് ഈസ് ലാർജർ? ഏതാണ് വലുത് എന്നാണ് ചോദിച്ചത്. എത്ര വലുതാണ്, എത്ര കൂടുതലുണ്ട് എന്നുകൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 12 × 8 നേരത്തെ പറഞ്ഞതുപോലെ 12നെ 10 + 2 എന്ന് എഴുതാം, × 8 എന്ന് എഴുതാം. അപ്പൊ 10 × 8 2 × 8. ഇപ്പൊ 10 × 8 2 × 8. രണ്ടാമത്തത് 18നെ എങ്ങനെ എഴുതാം? 10 + 8 × 2. അപ്പൊ അത് 10 × 2 8 × 2. അത് രണ്ടും ഇങ്ങനെ എഴുതി. അപ്പൊ ഈ ഭാഗം എന്തായി? ഒരുപോലെ, ഒരേ വാല്യൂ, ഡിഫറൻസ് ഇല്ല, രണ്ട് ഈക്വൽ ആണ്. അപ്പൊ അത് നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഏതാ വലുത് എളുപ്പത്തിൽ മനസ്സിലായി. ഇത് 10 × 8 ആണ്, ഇത് 10 × 2 ആണ്. വലുത് ഏത്? വിച്ച് ഈസ് ലാർജർ? ലാർജർ എന്ന് പറയുമ്പോ അതിന്റെ ഉത്തരം ആയി കഴിഞ്ഞു. വലുത് വരുന്നത് 10 × 8 അല്ലേ? അപ്പൊ 12 × 8 വലുത്. ലാർജർ എന്ന് പറഞ്ഞാൽ വലുത്. വലുത് ഏത് ചോദിക്കുന്ന ഉത്തരമായി. ഇനി എത്ര വലുത് എന്ന് ചോദിക്കുന്നതിന് ഉത്തരം കിട്ടാൻ 10 × 8 എത്ര? ഇവിടെ മൾട്ടിപ്ലൈ 80 150 എഴുതുക, ഇവിടെ 20 എഴുതുക, 80 20 കുറക്കുക. എത്ര വ്യത്യാസം? ഡിഫറൻസ് എത്ര കൂടുതൽ വലുത് വെച്ചാല് 80ൽ നിന്ന് 20 കുറച്ചാൽ നമുക്ക് ഉത്തരം എത്ര കിട്ടി? 60 കിട്ടി. അതേപോലെ നിങ്ങൾക്ക് ഈ പ്രോബ്ലം അതേമാതിരി വർക്കൗട്ട് ചെയ്യാം. 13നെ 10 + 3, 10നെ 9 കൊണ്ട് 3നെ 9 കൊണ്ട് ഗുണിച്ചിട്ട് എഴുതി. 19നെ 10 + 9 × 3, 10 × 3 9 × 3. ഈ ഭാഗം എന്തായി? ഈ ഭാഗം നമുക്ക് ഈക്വൽ ആയിട്ട് വന്നു. പിന്നെ ഇതാണ്, ഇതുമായാൽ ഏതാ വലുത് നമുക്കറിയാം, ഇതാണ് വലുത്. അപ്പൊ ഈ നമ്പർ ആണ് വലുത്. ആൻസർ കിട്ടി.
അപ്പൊ എത്ര വലുത് ചോദിച്ചാൽ ഇവിടെ എത്ര എഴുതുക 90 എഴുതുക, ഇവിടെ എത്ര എഴുതുക 30. അപ്പൊ 90 30 കുറച്ചാൽ 60 കിട്ടി. അതേമാതിരി നിങ്ങൾക്ക് ഇവിടെ വരുമ്പോ കണ്ടോ 25 25 ആണ്. അതിൽ 20 + 5 10 പ്ലസ് എന്നല്ല 20 പ്ലസ് എഴുതണം. 20 + 5 × 6. അപ്പൊ 20നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നെ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 20നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ ശേഷം 5നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതേപോലെ 26നെ 20 + 6 × 5. അപ്പൊ 20നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 6നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ഈ ഭാഗം ഒരേപോലെ കിട്ടും. ബാക്കിയുള്ളത് ഡിഫറൻസ് ഏതാ വലുത്? 20 × 6 20 × 5. അപ്പൊ ഇതാണ് വലുത്. കാരണം 6 വലുത്. അപ്പൊ ഈ നമ്പർ ആണ് വലുത്. എത്ര വലുത് അറിയാൻ എന്ത് ചെയ്താൽ മതി? 20നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് 120. 6 to 12 അല്ലേ? 6 2 12 ഒരു 0. 20 5 നമുക്ക് എത്ര? ഒരു 0 ഉണ്ട്. 5 2 10 100 എന്നും കിട്ടും. അപ്പൊ എത്ര കൂടുതൽ? 120 എന്ന് 100 പോയാൽ എത്ര കൂടുതൽ? 20 കൂടുതൽ കിട്ടും. ഇവിടെ എത്ര കൂടുതൽ കിട്ടും? 90 30 പോയിട്ട് 60 കൂടുതൽ കിട്ടും. ഓക്കെ, ഇനി ഈ മനക്കണക്കായിട്ട് നമുക്ക് ഇതിന്റെ ആൻസർ പറയാൻ പറ്റും. അത് എങ്ങനെ പറയാൻ പറ്റും എന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കൂട്ടളെ, ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്ന് അറിയണമെങ്കിൽ നോക്കോ. 12നെ 10 + 2 × 8, 18നെ 10 + 8 × 2 എന്ന് എഴുതിയില്ലേ? അപ്പൊ അങ്ങനെ വരുന്ന സമയം നമുക്ക് ഇങ്ങനെ നോക്കിയിട്ട് തന്നെ ഏത് വലുത് എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ നോക്കുക. ഇവിടെ 12 8 18 2. ഇത് വലിയ നമ്പർ, ഇത് ചെറിയ നമ്പർ. ഇത് വലിയ നമ്പർ, ഇത് ചെറിയ നമ്പർ. ഈ രണ്ട് ചെറിയ നമ്പറും നോക്കുക. ഈ രണ്ട് ചെറിയ നമ്പർ നോക്കിയാൽ അവയിൽ ഏതാണ് വലുത്? 8 അല്ലേ വലുത്? 8 വലുതായതുകൊണ്ട് വലിയ നമ്പർ ഏതായിരിക്കും? 12 × 8 ആയിരിക്കും. അപ്പൊ ആരെ മാത്രമേ വലുത് നോക്കേണ്ട ആവശ്യമുള്ളൂ? ഈ തന്നിരിക്കുന്ന നമ്പറിൽ രണ്ടാമത്തെ നമ്പറുകളായിരിക്കും മിക്കവാറും ചെറുതായിട്ട് നമുക്ക് തരിക. ഈ നമ്പറുകളിൽ ഏതാണോ വലുത് വരുന്നത് അതായിരിക്കും വലുത്. അപ്പൊ നോക്കിയാൽ രണ്ടാമത്തെ നമ്പറിലെ നോക്കണ്ടത് 9 3. ഇതിലേതാ വലുത്? 9 അല്ലേ വലുത്? അപ്പൊ ഈ നമ്പർ ആയിരിക്കും വലുത്. കറക്റ്റ് അല്ലേ? 90 കിട്ടിയില്ലേ? ഓക്കെ, ഇത് നോക്കിയാൽ 25 6 26 5. ഇതുമായി ഏതാ വലുത്? 6 അല്ലേ വലുത്? അപ്പൊ വലുതായതുകൊണ്ട് 25 × 6 ഈ ഭാഗമായിരിക്കും അതില് വലുതായിട്ട് വരിക. അപ്പൊ വലുത് മനക്കണക്കായി നോക്കാൻ മനസ്സിലായല്ലോ. ഈ തന്നിരിക്കുന്ന നമ്പറിൽ രണ്ടാമത്തേതില് വലുത് വരുന്നത്. ഓക്കെ, രണ്ടാമത്തേത് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തേത് വലിയതായിരിക്കും, പിന്നത്തെ ചെറുത് വലുത്. ചെറുത് വരുമ്പോ ഈ രണ്ടാമത്തെ ചെറുത് വരുന്നുണ്ടല്ലോ, അതിലത്തെ വലുതായിരിക്കും വലിയ നമ്പർ. ഓക്കെ ഓക്കെ, അതിനെ മനസ്സിലായല്ലോ. ഇനി എത്ര വലുത് എന്ന് ചോദിച്ചാലും നമുക്ക് അതിന്റെ ഉത്തരം മനക്കണക്കായിട്ട് പറയാൻ പറ്റും. ഒരു സാമർഥ്യമുള്ള കുട്ടികൾ ഒന്നൊന്ന് മനസ്സിലാക്കുക. എന്താന്ന് ചോദിച്ചാല് എത്ര വലുത് നോക്കണമെങ്കിൽ ഇത്ര ചെയ്താൽ മതി. ഇത് രണ്ടുമല്ലേ വലിയ നമ്പറുകൾ ഈ 12 18. ഓക്കെ, ഇത് തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. വ്യത്യാസം എത്ര വരില്ലേ? 6. ഈ 6നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ അതിന്റെ ഡിഫറൻസ് കിട്ടും നമുക്ക്. ഈ ആദ്യത്തെ നമ്പറുകൾ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടിട്ട് അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നോക്കിക്കോ. അപ്പൊ 15 × 7 17 × 5. അപ്പൊ ഇതിൽ ഏത് പ്രൊഡക്റ്റ് ആണ് വലുത്, ലാർജർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 7 5 വരുന്നുണ്ട്. അപ്പൊ ഇതാണ് വലുത്, അതുകൊണ്ട് ഈ പ്രൊഡക്റ്റ് ആണ് വലുത്, ലാർജർ. ഓക്കെ, ലാർജർ നോക്കാൻ എന്താ ചെയ്യേണ്ടത്? രണ്ടാമത്തെ നമ്പറുകളാണ് നോക്കേണ്ടത്. അതിലത്തെ വലിയത് ഇതാണ്. അപ്പൊ ഏതാണ് വലുത്? 15 × 7 വലുത്. ഇനി എത്ര മാത്രം വലുത്, എത്ര കൂടുതലുണ്ട്, അപ്പൊ തമ്മിലുള്ള ഡിഫറൻസ് എത്ര, വ്യത്യാസം എത്ര ഉണ്ട് അറിയണമെങ്കിൽ ഈ 15 17 തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 2 അല്ലേ? ആ 2നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഈ 10 എന്ന് പറഞ്ഞാൽ ഏതാണെന്നറിയോ? 10 + 5 വരുന്നതാണ് ഇവിടെ 10. ഇപ്പൊ 2 × 10 എത്ര വരില്ലേ? 20 വരും. ഇനി 25 × 7 27 × 5 ആണെന്ന് വിചാരിച്ചോ. അപ്പൊ ഏത് വലുത് എന്ന് ചോദിച്ചാല് 7 5 വരുമ്പോ 7 വലുത്. അപ്പൊ ലാർജർ വലുത് ഏത് വരുന്നത്? ലാർജ് വരുന്നത്, ബിഗ് വരുന്നത് നമുക്ക് എത്ര കിട്ടും? 7 വരുമ്പോ 25 × 7ൻ്റെതാണ് വലുത് വരിക. മനസ്സിലായല്ലോ? 25 നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. ഇനി എത്ര വലുത് എന്ന് അറിയണമെങ്കിൽ 25 27 തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഇവരുടെ ഡിഫറൻസ് എത്ര വരും? 2 വരില്ലേ? 2നെ 10 കൊണ്ടല്ല മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, 2നെ 20 കൊണ്ട്. എന്താ കാരണം? 25നെ നമ്മൾ എങ്ങനെ എഴുതുക? 20 + 5 എന്നല്ലേ എഴുതുക. അപ്പൊ 2 × 20 നമുക്ക് എത്ര കിട്ടും? 40 കിട്ടും. അപ്പൊ ഇതും മൾട്ടിപ്ലൈ ചെയ്തു, ഇതും മൾട്ടിപ്ലൈ ചെയ്തു, കിട്ടുന്ന റിസൾട്ടുകൾ തമ്മിൽ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ അത് എത്ര കിട്ടി? നമുക്ക് 40 എന്ന് കിട്ടും. ഓക്കെ, ഇത് മനക്കണക്കാക്കി ബാക്കിയൊന്നും ഇല്ലാതെ നമുക്ക്
ചെയ്യാൻ പറ്റും. ഈ രീതി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ സാറിനോട് പോയി പറഞ്ഞാൽ ക്ലാസ് പറയുമ്പോൾ സാർ ഇങ്ങനെ ഒരു ഈസി വേ ഇല്ലേ, ഇങ്ങനെ ഒരു എളുപ്പ വഴി ഇല്ലേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ ക്ലാസ്സിൽ സ്മാർട്ട് ബോയ് അല്ലെങ്കിൽ സ്മാർട്ട് ഗേൾ ആവാൻ കഴിയും. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ, താങ്ക് യു. ഇനി ഇതിലത്തെ നെക്സ്റ്റ് പാർട്ട് പറയാണ് ചതുര ഗുണനം അല്ലെങ്കിൽ റെക്ടാങ്കിൾ മൾട്ടിപ്ലിക്കേഷൻ. നിങ്ങൾ ചതുരം റെക്ടാങ്കിൾ എന്ന രൂപം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ളതിനാണ് നമ്മൾ റെക്ടാങ്കിൾ എന്ന് പറയാം. അല്ലെ, ചതുരം രണ്ട് നീളങ്ങളും തുല്യമായിരിക്കും, രണ്ട് വീതികൾ ലെങ്ത് രണ്ട് ഈക്വൽ ആണ്, രണ്ട് ബ്രെഡ്ത്തും ഈക്വൽ ആയിട്ട് വരുന്ന ഇങ്ങനെ വരുന്നതാണ് നമ്മൾ എന്ത് പറയാ, റെക്ടാങ്കിൾ. ഇതുമ്പോൾ നമ്മൾ വരച്ചു പഠിച്ചിട്ടുണ്ട് ഒന്നാമത്തെ യൂണിറ്റിൽ. ഓക്കെ, അപ്പൊ ഈ രീതി ഉപയോഗിച്ചുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ഗുണനം എങ്ങനെ ചെയ്യാം എന്നാണ് പഠിക്കുന്നത്. സിമ്പിൾ ആണ്. ഓക്കെ, നോക്കൂ, 15 × 4 മൾട്ടിപ്ലൈ ചെയ്യണം. 15 × 4 എന്ന് പറയുമ്പോ ഈ 15നെ നമുക്ക് എങ്ങനെ 15 × 4 എന്ന് പറയുമ്പോൾ ആദ്യം റെക്ടാങ്കിൾ വരക്കുക, ഈ നീളത്തിന് 15 കൊടുക്കുക, ഇവിടെ 4 എന്ന് എഴുതും. ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. വലിയതിന്റെ നീളത്തിന് 15, ഇത് 4. ശ്രദ്ധിക്കണേ. ഇനി ഈ 15 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 10 + 5 എന്ന് എഴുതാലോ. 15നെ എങ്ങനെ എഴുതാം? 10 + 5. ഇവിടെ 25 ആണെങ്കിൽ 20 + 5. 18 ആണെങ്കിൽ 18 ആണെങ്കിൽ 10 + 8. 10 + 8. ഐഡിയ മനസ്സിലായല്ലോ? അങ്ങനെ എഴുതി. ഇനി ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഈ 10ഉം 4ഉം മൾട്ടിപ്ലൈ ചെയ്യാം. ശ്രദ്ധിക്കണേ, ഇതും അതായത് ഇതിന്റെ ലെങ്ത്തും ഈ ബ്രെഡ്ത്തും മൾട്ടിപ്ലൈ, ഈ ചെറുതിന്റെ 10 × 4 നമുക്ക് എത്ര കിട്ടും? 40. ഐഡിയ മനസ്സിലായല്ലോ? 10 × 4 40. ഇനി ഈ 5നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അത് നമുക്ക് എത്ര കിട്ടും? 20. ഇത് 4 ആണെങ്കിൽ ഇതും 4 അല്ലേ വരിക, അപ്പൊ ഇതും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 20. ഇനി എന്ത് ചെയ്യാ അറിയോ? ശ്രദ്ധിക്ക, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. അപ്പൊ ആഡ് ചെയ്യാം 40യും 20യും ആഡ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടി? 60. അതായത് 50 നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് 60. ഒന്നുകൂടെ ഒരു എക്സാമ്പിൾ കൂടെ പറയാം. അപ്പൊ നിങ്ങൾ നോക്കൂ, 17 × 13. ആദ്യം ചെയ്യുന്നത് ഒറ്റ റെക്ടാങ്കിൾ വരച്ചിട്ട് ഒരു ചതുരം വരച്ചിട്ട് ഒന്നിനെ 17, ഒന്നിനെ 13. ഈ 17 എന്ന് പറയുമ്പോൾ 10ന് മുകളിലായില്ലേ, അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്, വിഭജിക്കേണ്ടത്, കഷണാക്കിയിട്ട് എഴുതുന്നത്. അപ്പൊ 17നെ എങ്ങനെ എഴുതാം? 10 7. ഓക്കെ, മറ്റേത് 13 ആണ്, 13 ആണ്, 10 + 3 ആണ്. അപ്പൊ അതിനെ 10 + 3. അപ്പൊ നോക്കിക്കോളൂ, ഈ 15നെ നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം, 10 + 5. പിന്നെ ഇതിനെ 4 എന്ന് എഴുതാം. ഇതിനെ എങ്ങനെ എഴുതാം? 10 + 7. ഇത് 10 + 3. ഓക്കെ, അപ്പൊ എന്തായി? ഇങ്ങോട്ടും 2 എണ്ണായി, ഇങ്ങോട്ടും 2 എണ്ണായി. ഓക്കെ, ഇനി ചെയ്യേണ്ടത് എന്താ? ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 10 10 നമുക്ക് കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഗുണിക്കാൻ വേണ്ടി 10 10 100. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇതിനെയും ഗുണിക്കണം. 7നെ 10 കൊണ്ട് ഗുണിക്കുക, 70. അപ്പൊ ഇതിനെയും ചെയ്തു, ഇതിനെയും ചെയ്തു. ഓക്കെ, ഒന്നാമത്തെ കഴിഞ്ഞു. ഇനി ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. തെറ്റിക്കല്ലേ? ഈ ഒന്നാമത്തെ ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 30. പിന്നെ ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 7 3 21. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കൃത്യമായി പഠിച്ചു വെക്കണേ, എങ്കിലേ ഇത് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഏതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് ഇപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഇനി 100ഉം 70 ആഡ് ചെയ്യാം. 100 + 70 എത്ര? 170. 30ഉം 21ഉം ആഡ് ചെയ്യാം. 30ഉം 21 എത്ര കിട്ടും? 51. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി, ആഡ് ചെയ്താൽ മതി. എത്ര? 1 7 5 12, ബാക്കി 1 2. അപ്പൊ ആൻസർ എത്ര കിട്ടി നമുക്ക്? ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത് എത്രയാണ്? 221. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തേത് നോക്കാം. 324 16. നോക്കിക്കോ, ഈ 324നെ എങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ആക്കിയിട്ട് എഴുതാം? 300 എന്ന് എഴുതാം, പിന്നെ 20 എന്ന് എഴുതാം, 4 എന്ന് എഴുതാം. ഡൗട്ട് ഉണ്ടോ? 320 + 4 അല്ല, 300 + 20 + 4. ഇപ്പൊ 453 ആണെങ്കിൽ അതിനെ ഞാൻ മാറ്റി എഴുതല് 400. 400 എന്നല്ലേ വായിക്കുക, 400 എന്നല്ലേ വായിക്കുക, 400 + 5 എന്നല്ല എന്താ? 50, പിന്നെ 3. അപ്പൊ ഈ തരത്തിൽ മാറ്റി എഴുതണം. ഇങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇതിപ്പോ ഇങ്ങനെ ആയതുകൊണ്ട് അതിനെ ഇങ്ങനെ എഴുതി. അപ്പൊ എന്ത് ചെയ്യാം? ഇത് ആദ്യം ഈ ചോദ്യം തന്നെ ഇവിടെ എഴുതി, ഇത് നമുക്ക് ആവശ്യമില്ല. ഇത് ഒഴിവാക്കിയാലും കുഴപ്പമില്ല, ഈ ഒന്നാമത്തത് നമുക്ക് ഒഴിവാക്കിയാലും കുഴപ്പമില്ല. പിന്നെ തരാൻ നോക്കണ്ട്. നോക്കിക്കോ, 16 ഉണ്ട് ഇവിടെ അല്ലെ. 16നെ നമ്മൾ എങ്ങനെ എഴുതും?
10 പ്ലസ് 6. അപ്പൊ നോക്കിയേ, നീളത്തിൽ വരുന്നെടുക്കാം, ലെങ്ത്തിൽ വരുന്നെടുക്കാം 3 ബോക്സ് വേണം. അപ്പൊ ഇവിടെ 3 ബോക്സ് ഇട്ടു. പിന്നെ വീതിക്ക് വരുന്നത് എത്ര? 2 എണ്ണം വേണം. 2 എണ്ണം ഇവിടെ ഇട്ടു. ഓക്കെ, ആദ്യം വരുന്ന വലിയ നമ്പറിന മുകളിലും രണ്ടാമത് വരുന്ന ചെറിയ നമ്പറിന ഇങ്ങനെയാണ് എഴുതുന്നത്. ഐഡിയ മനസ്സിലായല്ലോ? വലിയ നമ്പറിന ഇങ്ങനെയും ചെറിയ നമ്പറിന താഴോട്ടുമാണ് എഴുതുന്നത്. എഴുതുന്ന രീതി മനസ്സിലായല്ലോ? ഇനി ചെയ്യാൻ ഈസിയായി. അപ്പൊ എന്ത് ചെയ്യാൻ? 300 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് എഴുതാം. എത്ര എഴുതാം? 3000, 3000. അറിയാം, അതിൽ 1 into 3 3. എത്ര 0 കൊണ്ട് എഴുതിയാൽ മതി. 10നെ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 200. 10നെ 4 കൊണ്ട് 40. അപ്പൊ ഇതിന്റെ എല്ലാം ഇതിനെ ചെയ്തു. ഇതിനെ 3 എണ്ണത്തിനെയും ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതി. ഇനി ഈ 3 എണ്ണത്തിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നോക്ക്, അപ്പൊ 300 into 6. നോക്ക്, 300 into 6 എത്ര കിട്ടും നമുക്ക്? 18. 0 0 കിട്ടില്ലേ? 6 3 18 2 0. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 1800. 20 into 6 അത് എത്ര കിട്ടും? 120. കാരണം അറിയാലോ, 6 to 12, 6 2 12, ഒരു 0. 6 into 4 എത്ര വരിക? 24. അപ്പൊ ഇനി എന്ത് ചെയ്യാ? ഈ മുകളിലുള്ളതെല്ലാം ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 3000 plus 200 plus 40 എന്ന് കിട്ടും. മുകളിലത്തെ 3 താഴെത്തതോ 1800 പ്ലസ് 120 പ്ലസ് 24. അപ്പൊ ഇനി എന്ത് ചെയ്ത് എല്ലാം കൂടെ കൂട്ടി നോക്കിക്കോ. 3240 നമുക്ക് കിട്ടും. 3240. വലിയ മാത്തമാറ്റിക്സ് ഒന്നും വേണ്ട. 3200 3200 അതിന്റെ പേര് 40 കൂടെ കൂട്ടിയാൽ 3240. 1800 120, 1920. 1920ന്റെ കൂടെ എത്ര കൂട്ടിയാൽ മതി? 24 കൂട്ടിയാൽ നമുക്ക് എത്ര ആൻസർ കിട്ടും? 1944 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഇനി എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടെ കൂട്ടി. ഇത് കൂട്ടാൻ നിങ്ങൾക്ക് അറിയാലോ, ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ, താഴെ എഴുതിയിട്ട്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 4 4 4 8 2 11 ഒക്കെ 1 3 5 5184 എന്ന് കിട്ടും. നോക്കണേ, തെറ്റിപ്പോയി നോക്കണം. 4 4 4 8 2 11 ഒക്കെ 1 3 5 5184 എന്ന് കിട്ടും. ഏത്? 324 into 16 എന്ന് വരുമ്പോൾ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഐഡിയ മനസ്സിലായല്ലോ? കളക്ട് ചെയ്യാൻ. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ 324 പകരം 320 into 16 തന്നു വെച്ചോ. 320 into 16 തന്നു കഴിഞ്ഞാൽ ഇവിടെ എത്രയാവും? 320 ആവും. ഇവിടെ എത്രയാവും? 320 മതി. മറ്റേ എഴുതണ്ട, അവസാനമുള്ളത് നമുക്ക് വേണ്ട. മനസ്സിലായില്ലേ? അവസാനമുള്ളത് വേണ്ട, 320 മാത്രം മതി. അതിന് വേറെ ഇല്ലല്ലോ. പിന്നെ മറ്റേ നമ്പർ എത്ര എഴുതി? 16 എങ്ങനെ എഴുതി? 10 plus 6 എന്ന് എഴുതി. അപ്പൊ ഇതിനെ ചെയ്ത് കഴിഞ്ഞാൽ എത്രയായി? അതിന്റെ ആൻസർ കിട്ടും നമുക്ക്. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ കിട്ടാൻ വലിയ പണിയില്ല. അതായത് ഇത് എഴുതേണ്ട കാരണം ഈ അവസാനത്തത് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നൊരു ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ആ പറഞ്ഞത് അത് അവിടെ നിർത്തിയാൽ മതി. അപ്പൊ ഇനി എത്രയായി? 3000 ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു, ഇതെല്ലാം കിട്ടി. അപ്പൊ എത്ര? 3000 200 എത്ര കിട്ടും? 3200 കിട്ടും. 1800 120 എത്ര കിട്ടി? 1920. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. 11 ബാക്കി 1 5120. അപ്പൊ 320 into 16 ആവുമ്പോ 2 നമ്പറിൽ തന്നെ നമുക്ക് എൻഡ് ചെയ്യാം. അതിന്റെ അപ്പുറം 0 ഇട്ടിട്ട് വേറെ എഴുതേണ്ട ആവശ്യം ഇല്ല. 300 plus 20 plus 0 എന്ന് എഴുതേണ്ട ആവശ്യം ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ പ്രത്യേക എക്സാമ്പിൾ ചെയ്തത്. ഓക്കെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഈ വീഡിയോ ലെങ്തി വളരെ നീളമുള്ളതായിട്ട് വരുന്നത് കൊണ്ട് ഈ 1ാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ പ്രോബ്ലങ്ങളും കാര്യങ്ങളും നമുക്ക് പാർട്ട് 2 കാണാം. ഓക്കെ, ബൈ.